ജിത്തു ജോസഫ് ഇപ്പൊ ടൈപ്പ് കാസ്റ്റ് ആണ് ത്രില്ലറിൽ മാത്രം. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും സസ്പെൻസ് ഒക്കെ ഉള്ള നല്ല ഒട്ടും ലാഗ് അടിച്ചില്ല. ലാസ്റ്റ് വരെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ദൃശ്യമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല, കണ്ടിരിക്കാൻ പടം. ത്രില്ലർ പരിപാടിയാണ്. ജിത്തു ജോസഫ് പരിപാടി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. രണ്ടുപേരും പെർഫോമൻസ് പറഞ്ഞില്ല, രണ്ടുപേരും സീസൺ ആക്ടേഴ്സ് ആണ്. അവരുടെ പെർഫോമൻസിനെ കുറിച്ച് കൂടുതലൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും അടിപൊളിയായിട്ടുണ്ട്. രണ്ടുപേരും നന്നായിട്ട് പടം കണ്ടിരിക്കാം. നല്ല ഒരു ടിപ്പിക്കൽ ജിത്തു ജോസഫ് ഫിലിമാണ്, ത്രില്ലർ. പക്ഷേ ഈ ജിത്തു ജോസഫ് ഇപ്പൊ ടൈപ്പ് കാസ്റ്റ് ആണ് ത്രില്ലറിൽ മാത്രം. ഡിഫറെന്റ് ജോണർ ട്രൈ ചെയ്യണം. നല്ലൊരു എന്റർടൈനർ, യാതൊരു ലാഗ് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അഭിനയം നല്ലതാണ്. ദൃശ്യമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല, കണ്ടിരിക്കാൻ പടം. ത്രില്ലിംഗ് പരിപാടി ത്രില്ലർ തന്നെയാണ്, ടിപ്പിക്കൽ ത്രില്ലറാണ്. നല്ല മൂവി ത്രില്ലറാണോ? നല്ല അതെ, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും സസ്പെൻസ് ഒക്കെ ഉള്ള നല്ല ദൃശ്യം ലെവലിലൊക്കെ അതേപോലെ ഫാമിലി ഇമോഷൻസ് ഒക്കെ ഉള്ള മൂവിയാണ്. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു മൂവീസ്. ആൻഡ് ബിജു മേനനും ജോജും ഓപ്പോസിറ്റ് വന്നുകൊണ്ട് അത് ഭയങ്കര നമ്മൾ പിടിച്ചു നിർത്തി. ആൻഡ് ഫ്രം സ്റ്റാർട്ടിങ് ടു ദി എൻഡ് മൂവി ഒട്ടും ലാഗ് അടിച്ചില്ല. ലാസ്റ്റ് വരെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ലാസ്റ്റ് അവർ അടിപൊളിയായിട്ട് ലാസ്റ്റത്തെ ആ സീനെല്ലാം ഭയങ്കര അടിപൊളി ഒന്നും പറയാനില്ല. ട്വിസ്റ്റ് ആണ്, പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി ഓവറാക്കി ചാളാക്കിയില്ല. നല്ല അടിപൊളിയായിട്ട് ട്വിസ്റ്റ് ടു ദി എൻഡ് എന്റർടൈനിങ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? ജിത്തു ജോസഫിന്റെ ഒരു കംബാക്ക് എന്ന് പറയാമോ? നിരാശ് കഴിഞ്ഞിട്ടുള്ള ഒരു നിരാശ് ആസിഫ് അലിയുടെ പടം മാറിയിട്ടുണ്ടോ? കംബാക്ക് എന്നൊന്നും പറയാൻ ത്രില്ലിംഗ് പരിപാടിയൊക്കെ ത്രില്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ?